രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇപ്പോൾ ഈ ഹിന്ദു പത്രത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോലാഹലമാണല്ലോ. എനിക്ക് കേരളത്തിലെ ജനങ്ങളോട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ഒറ്റ കാര്യമുള്ളൂ. ഇതിങ്ങനെ ഒരു തെറ്റ് പറ്റിയതാണ്, PR ഏജൻസിക്ക് നടത്തിയ ഒരു തരികിടയാണ് എന്ന് പറയുന്നത് ഇന്ന് ഉച്ചക്കാണ്. ഈ പത്രം ഇന്നലെ രാവിലെ 5 മണിക്ക് കേരളത്തിലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ PR ഓഫീസ് ഉൾപ്പെടെയുള്ളവർ കണ്ടിട്ടുള്ളതാണ്. ഇന്നലെ രാത്രി 8:30 മണിക്കാണ് ഈ വിഷയം ഞാൻ പൊതുജനമധ്യത്തിലെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത്രയും സമയങ്ങൾ കടന്നുപോയി. ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് കണ്ടില്ല എന്ന് തന്നെ വെക്കാം. രാത്രി 8:30 മണിക്ക് ഇത് കണ്ടിട്ടുണ്ടല്ലോ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കണ്ടിട്ടുണ്ടല്ലോ. എന്തേ ഒരു തിരുത്തു കൊടുക്കാതിരുന്നത്? അതിന്റെ ഒരു രീതി മനസ്സിലാക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആദ്യത്തെ വാർത്താക്കുറിപ്പ് വരുമ്പോൾ ദ ഹിന്ദുവിന് കുഴപ്പം പറ്റി, പിഴവ് പറ്റി, ഹിന്ദുവിന്റെ എഡിറ്റർ ഇതിൽ ഖേദം പ്രകടിപ്പിക്കണം എന്നായിരുന്നല്ലോ ആ വാർത്താക്കുറിപ്പ്. അപ്പോൾ ആ ഘട്ടത്തിൽ അതിൽ PR ഏജൻസി ഒന്നുമില്ല. PR ഏജൻസിയെ കുറിച്ച് നമ്മൾ ആർക്കും അറിയില്ല. പക്ഷെ ഇപ്പോൾ ഹിന്ദുവിന്റെ ഖേദമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അതൊക്കെ അത് മനസ്സിലായി. ഞാൻ ചോദിക്കുന്ന ഹിന്ദു ഖേദം പ്രകടിപ്പിക്കുന്ന എപ്പോഴാ? ഇപ്പൊ ഇവർ ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ഖേദമാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇപ്പോഴല്ലേ ഞാൻ ചോദിക്കുന്ന. ഇന്നലെ രാവിലെ 5:30 മണിക്ക് ഇറങ്ങിയ 5 മണിക്ക് ഇറങ്ങിയ പത്രം ഇന്നലെ രാത്രി 8:30 മണിക്ക് ഞാൻ ഈ വിഷയം പൊതുസമൂഹത്തിലിടുന്നു, ജനമിതറിയുന്നു. ആ ഒരു സമയത്തിനിടയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയതാണ്, CM ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ വരെ തയ്യാറായില്ല? അവിടെയല്ലേ ഇതിന്റെ കള്ളക്കളി. രണ്ടാമത്തെ കാര്യം, ഇന്ന് മലയാള മനോരമ പത്രം. ഒറ്റ മിനിറ്റ് ശ്രീ PV അൻവർ, താങ്കൾ ആ ഖേദപ്രകടനം വായിച്ചോ? ഹിന്ദുവിന്റെ ഖേദപ്രകടനം വായിച്ചിരുന്നോ? ഞാനിപ്പോ കണ്ടു. അതിനെന്താ പറയുന്നത്? അത് നോക്കൂ, ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചു എന്നത് സാങ്കേതികമായി നമുക്ക് സമ്മതിക്കാം. പക്ഷേ ഒരു PR ഏജൻസി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കൂടി ഉൾപ്പെടുത്താൻ ആവശ്യപ്പെടുകയായിരുന്നു എന്ന് അതിൽ വ്യക്തമായി പറയുന്നു. അത് എഴുതി നൽകുകയായിരുന്നു. അന്നത്തെ പ്രസ്താവന എന്ന നിലയ്ക്ക് ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി എന്നത് തെറ്റായി പോയി എന്നാണ് ഇപ്പോൾ ഹിന്ദു പറയുന്നത്. അപ്പോൾ അത് ഉൾപ്പെടുത്താൻ ആവശ്യപ്പെടുന്നത് ആരുടെ താല്പര്യം? PR ഏജൻസി അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് CM അറിയാതെയാണോ? ചോദ്യങ്ങൾ അതൊക്കെ ഇല്ലേ? എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് PR ഏജൻസിക്ക് നൽകിയ നിർദ്ദേശങ്ങൾ? എന്തിനാണ് ഇങ്ങനെ ഒരു PR ഏജൻസി ഇതിനിടയിൽ പ്രവർത്തിക്കുന്നത്? ഹിന്ദുവിലെ ഒരു ലേഖികയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. അത് സ്മൃതി നിൽക്കുന്ന ആംഗിളാണ്. അതിലേക്ക് ഞാൻ വരാം. ഞാൻ എൻ്റെ ആംഗിൾ പറയട്ടെ. എൻ്റെ ആംഗിൾ വളരെ ക്ലിയറാണ്. ഇന്നലെ രാവിലെ ഇറങ്ങിയ പത്രം രാത്രി 8:30 മണിക്ക് ഞാൻ ജനങ്ങളോട് പറയുമ്പോൾ ഇന്ന് അതും കഴിഞ്ഞ് ഇന്ന് ഉച്ചവരെ ഇത് ക്ലാരിഫൈ ചെയ്യാൻ നിൽക്കേണ്ട കാര്യം എന്താണ്? ഈ പറയുന്ന രീതിയിൽ ആ പത്രത്തിനൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഇറങ്ങിയ പത്രം പത്രക്കുറിപ്പ് കൊടുക്കണ്ടേ? ഇന്നലെ രാവിലെ പത്രക്കുറിപ്പ് കൊടുക്കണ്ടേ? കൊടുത്തില്ലല്ലോ. അതിൽ തന്നെ ഇത് കള്ളക്കളിയാണെന്നറിയില്ലേ? ഇനിയിപ്പോൾ ഹിന്ദു ഇറക്കി എന്ന് പറയുന്ന ഈ ഖേദപ്രകടനം അത് ശരിയാണോ എന്ന് വേറെ അന്വേഷിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ഹിന്ദു പത്രത്തെ നമുക്ക് വെല്ലുവിളിക്കാം. ഇന്നിവിടെ മലയാള മനോരമ പത്രം ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഒരു 3/4 മണിക്കൂർ ഇൻ്റർവ്യൂ എടുത്തു. ആ ഇൻ്റർവ്യൂ ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാനും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാരണം എഴുത്തു മാധ്യമങ്ങളെ ഞാൻ ഭയപ്പെടാം. കാരണം ഞാൻ പറയാത്തത് പറഞ്ഞെന്ന് പറയും. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഈ ലൈവിൽ മാത്രം വരുന്നത്. അപ്പോൾ അവരത് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്താൽ പോയത്. എന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ PR ഡിപ്പാർട്ട്മെൻറ്റ് ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഹിന്ദു ആ റെക്കോർഡൊന്ന് പുറത്തു വിടട്ടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതിലുണ്ടാവുമല്ലോ. അപ്പം ഇനി അതൊക്കെ വെട്ടിത്തിരുത്തി ഇത് ഇത്ര വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയായി ഉയർന്നു വരുമെന്ന് അപ്പോൾ അദ്ദേഹം കരുതിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മനസ്സിലുള്ള മലപ്പുറത്തിൻ്റെ ക്രിമിനൽ സ്വഭാവം, ഒരു സമുദായത്തെ ഒന്നടങ്കം ഈ പറഞ്ഞ രീതിയിൽ ചാപ്പയടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വ്യഗ്രത, ആ വ്യഗ്രത അദ്ദേഹം ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട്. എന്നെ കുറ്റവാളിയാക്കുന്ന ആ പത്രസമ്മേളനത്തിലും ഈ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത്രയും കേസുകൾ പിടിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. എന്താ കാരണം? ആ എയർപോർട്ടിൻ്റെ മുറ്റത്തിട്ടാണ് പിടിക്കുന്നത്. ആ മുറ്റത്തിട്ട് പിടിക്കുന്ന കരിപ്പൂർ പോലീസാണ് കേസ് എൻഡോസ് ചെയ്യുക. അത് പറയാതെ അതിലെ കൊണ്ടുവന്ന പാസ്പോർട്ടിലെ അഡ്രസ്സ് പ്രകാരം ഏത് ജില്ലക്കാരാണോ അവരാണ്, ആ ജില്ലയിൽപ്പെട്ടവനാണ് ആ പാസഞ്ചർ.